ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയാണ്. അപ്പോൾ 2 അച്ച് ശർക്കര ഇട്ടിട്ട് ഞാനൊരു ശർക്കരപ്പാനി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് അരിച്ച് ഞാൻ വെച്ചേക്കാണ്. അപ്പോൾ അതിൽ ഞാൻ ചേർത്തപ്പോൾ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കപ്പലണ്ടി അതൊന്ന് ക്രഷ് ചെയ്ത് അതിൽ ചേർത്ത് വെക്കുക. അതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉണക്കമുന്തിരി കഴുകി വെച്ചത് ഇതൊക്കെ കഴുകിയിട്ടിട്ടുള്ളൂ. മുന്തിരിയിലൊക്കെ നിറയെ അഴുക്കുണ്ടാവും. അപ്പോൾ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോക്കായി വരിക. പിന്നെ അതിൽ ഞാൻ ചേർക്കുന്നത് 2 നേന്ത്രപ്പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഗ്ലാസ് അവലും. അപ്പോൾ അത് ചേർത്തത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇതാണ് അതിൻ്റെ കൂട്ട്. പിന്നെ ഞാൻ 2 ഗ്ലാസ് അരി നമ്മൾ സാധാരണ അടയ്ക്ക് വേണ്ടി ചെയ്യണ പോലെ തന്നെ വെള്ളം വെച്ച് തിളപ്പിച്ച് 2 ഗ്ലാസ് അരിപ്പൊടി നൈസ് പൊടി ഇട്ട് കുഴച്ചെടുത്താണ്. ഇനി ഒരു സ്വല്പം കയ്യിൽ ഒരു ലേശം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമായാലും മതി ചേർത്തിട്ട് എല്ലയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഈ കൂട്ട് വെച്ച് കൊടുക്കുമ്പോൾ എന്നിട്ട് മടക്കി വെച്ചാൽ അടയായി. അപ്പോൾ അട നമ്മൾ ആവിയിൽ പിന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. ഞാൻ ഈ കൂട്ട് അപ്പോൾ അട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇതിലുണ്ടാക്കണ കൂട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് വെച്ചത്. പക്ഷെ അത് ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കൂട്ടിലടങ്ങിയിരിക്കുന്നത് പറയാനാണ്. കുറച്ച് നെയ്യും കൂടി ചേർത്തായിരുന്നു കേട്ടോ, നെയ്യ്. അപ്പോൾ ഇവർക്ക് അങ്ങനെയൊക്കെ കൊടുത്താലാണ് ഇവരൊക്കെ നെയ്യും ഇതൊക്കെ ചെല്ലുള്ളൂ അവരുടെ ശരീരത്തിൽ. അപ്പോൾ നെയ്യ് എന്ന് പറയുന്നത് അവരുടെ ബുദ്ധിക്ക് വളരെ ബെസ്റ്റാണ്. ഈ വളർച്ചയുടെ കാലത്ത് അതൊക്കെ ബ്രെയിനൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണ്. ഈ നെയ്യൊക്കെ കുറേ കൊടുക്കാനില്ല കേട്ടോ, കുറേശ്ശെ ദിവസത്തിൽ. നമ്മൾ പണ്ടൊക്കെ കാരണന്മാർ നമുക്ക് പരിപ്പും നെയ്യും ചോറിന് തരും. അത് ഇന്ന് കാലത്ത് കുറവാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോഴാണ് അവർക്കത് കിട്ടുക. അപ്പോൾ അത് ചേർത്ത് പിന്നെ അതുപോലെ തന്നെ അവൽ അതുപോലെ ചുമന്ന അവൽ ചേർക്കണം കേട്ടോ, വെള്ള അവലല്ല ചുമന്ന അവൽ. അപ്പോൾ അതിൽ ശരിക്കും അതിൻ്റെ തവിടൊക്കെ ചെല്ലുമ്പോഴേ അത് ഒരു B12 ആണ്. അതൊക്കെ കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പഴമായാലും വൈറ്റമിൻ C ഒക്കെ അല്ലേ. അപ്പോൾ ഈ ഓടിച്ചാടി കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെല്ലാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത് ഏടാ. അങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കുക. കുട്ടികൾ നന്നായി. അപ്പം നമുക്ക് ഇപ്പോൾ മോർണിംഗിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, ഈവനിങ്ങിൽ നമ്മൾ ചായക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആയം പോലെ ചെയ്യാമല്ലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടയാണ്. നമ്മുടെ പഴമൊക്കെ ഒന്ന് വല്ലാണ്ട് ഉടയ്ക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന വിധത്തിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇത്. അവരുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചെല്ലും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഞാനെല്ലാം അട ഉണ്ടാക്കിയിട്ട് ആവിയിൽ വെച്ചിട്ടുണ്ട്. എടുത്തു, നന്നായി വന്നിട്ടുണ്ട് അട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തോളാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അരിപ്പൊടിയൊക്കെ വേവിച്ചതാണല്ലോ. പിന്നെ ഞാൻ രണ്ടാമത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇതാണ് എല്ലാ അടയും റെഡി എടുത്തു. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കുഴച്ച് പാകത്തിനാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനോ ഒക്കെ പറ്റിയ അടയാണ്. അവർ വന്നാലും ഇഷ്ടം പോലെ കഴിച്ചോളും. കണ്ട, ഇതാണ് അട. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.